ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരുടെയും വിഷു ഒക്കെ അടിപൊളിയായിരുന്നല്ലോ അല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വിഷു വ്ളോഗായിട്ടാണ്. വിഷുവിന് ഞങ്ങളുടെ ഒരു ചെറിയൊരു ആഘോഷം, അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ പോലത്തെ ആഘോഷമൊന്നും നമ്മുടെ പുറത്തൊന്നും നമ്മൾക്ക് പറ്റില്ലല്ലോ. അപ്പം ഇവിടെ പറ്റുന്ന സൗകര്യങ്ങൾക്കനുസരിച്ച് ചെറുതായിട്ടൊരു കണിയൊക്കെ ഒരുക്കി വിഷു ആഘോഷിച്ചു ഞങ്ങൾ. അപ്പോൾ അതാണ് ഞാനിന്ന് കാണിക്കുന്നത്. പിന്നെ വിഷു കഞ്ഞി, അതുപോലെ പുഴുക്ക് വിഷുവിനുണ്ടാക്കുന്നത്, അതാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങൾ അതാണ് കഴിക്കാറുള്ളത് വിഷുവിന് ചെറുപ്പം മുതലേ. പിന്നെ ഒരു പായസം, ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് പുഴുങ്ങലരിയും, പിന്നെ അതേ അളവിൽ തന്നെ പച്ചരിയും, പിന്നെ നമ്മൾ ചെറുപയറുണ്ടല്ലോ, അത് മറ്റേ പച്ച ചെറുപയറായാലും മതി, ഇത് തൊലി കളഞ്ഞതാണ്, പൊളിച്ച ചെറുപയർ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെച്ച് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വരെ ഇട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കിനി പുഴുക്കുണ്ടാക്കാനുള്ളത് റെഡിയാക്കാം. ഇത് ഇപ്പോൾ 1 കപ്പ് പുളിയവരയ്ക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതേ കപ്പിൽ തന്നെ ചെറുപയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് വറുത്തെടുക്കണം, നല്ലൊരു മണം വരും. അപ്പം അത്രയും സമയം വരെ നമ്മൾ വറുത്തെടുക്കണം ഇത്. ഇപ്പോൾ ഈ പുളിയവരയ്ക്കും ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള ഈ പുഴുക്കാണ് സാധാരണ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു മണം വന്നു തുടങ്ങി. ഇപ്പം ഇത് നന്നായിട്ട് ആവശ്യത്തിന് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇത് തണുത്തതിന് ശേഷം കഴുകി നമ്മൾക്ക് ഇതും കുക്കറിൽ വേവിച്ച് വയ്ക്കാം. ഇതൊരു 3 വിസിൽ വന്നാൽ മതി. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതിനു മുൻപ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അതെ, അപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയുടെ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 2 വിസിൽ ഫുൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കഞ്ഞിയുടെ വിസിലെല്ലാം വന്നു, 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി അത് പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കി. ഇപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിരിക്കുവാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് കറക്റ്റ് ഇപ്പം വെന്ത് വെള്ളമൊന്നും ഇല്ലാതിരിക്കണമല്ലോ. അപ്പോൾ കഞ്ഞി എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം.
ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കില്ലായിരുന്നു. ഇപ്പം ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾക്കപ്പം അറിയാൻ പറ്റും, ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം എത്ര ഉപ്പ് വേണം, അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് തിളച്ചൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ അങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ഇഷ്ടമല്ലെങ്കിൽ തേങ്ങ ചിരവിയതും നമുക്ക് ഇടാം. പിന്നെ അത് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, വിഷു കഞ്ഞി. അപ്പം ഇതിനി മൂടി വെച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പുഴുക്ക് ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ച ചെറുപയറും ഉളിയവരയ്ക്കും ഇത് രണ്ടും കൂടെ എന്തായെന്ന് നമുക്ക് നോക്കാം. തുറന്ന് അപ്പോൾ ഇതും നല്ല കറക്റ്റായിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമെല്ലാം കറക്റ്റായിട്ട് വറ്റി നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വറ്റൽമുളക് കീറിയിട്ട് ഇടുക. ഒരു 3 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റണമെന്നില്ല, ഒരു കുറച്ച് നേരം വഴറ്റിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇതുണ്ടല്ലോ, വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ഈ പുളിയവരയ്ക്കും രണ്ടും കൂടെ ഇട്ടുള്ളത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ചേർക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ കഞ്ഞിയുടെ കൂടെ ഇട്ടുള്ള പുഴുക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് മാറ്റി വയ്ക്കാം. അത്രയേ ഉള്ളൂ. അപ്പം അടുത്തത് ഇനി നമ്മൾക്ക് പായസം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചവ്വരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ട്, അതുകൊണ്ടാണ് ഇപ്പം പായസം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാബുദാന എന്നൊക്കെ പറയത്തില്ലേ, അത്. അപ്പോൾ അത് ഞാൻ നേരത്തെ തന്നെ ഒരു മണിക്കൂർ മുൻപ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ആദ്യം തന്നെ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ വേവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇതിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാവാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ പിന്നെ അത് ഓഫ് ചെയ്യേണ്ടത്. അപ്പം കുറച്ചൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് കുറുകിയ ആ ഒരു പാകമാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അരിച്ചെടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിൽ ഇപ്പം കഴുകിയിട്ട് അരിച്ചെടുത്തിരിക്കുകയാണിത്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/2 ലിറ്റർ പാലൊഴിക്കാം.
കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് മധുരം കൂടെ ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇത് ബ്രൗൺ ഷുഗറാണ് ഇടുന്നത്. ഇനി നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മൾ. ഒരുപാട് കട്ടിയാവരുത്, കാരണം കട്ടിയായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയാവും, ഒരു കേക്ക് പോലെയാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഒരുവിധം നന്നായിട്ട് വെള്ളം പോലെ തന്നെ ഇരിക്കണം പായസം. പിന്നെ ഒരുപാട് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിച്ച ഉടനെ അതൊന്ന് അരിച്ച് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി അരിച്ചെടുക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു പശയൊക്കെ പോയിട്ട് നമുക്ക് അത്ര തിക്കായിട്ട് കിട്ടില്ല. നല്ല നോർമൽ രീതിയിലുള്ള പായസം പോലെ തന്നെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇത്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത്, ഉണക്ക മുന്തിരിയും കൂടെ ചേർത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ചേർക്കുക അവസാനമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പായസം റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിഷു ആശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.